إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة. أيها الناس أوصيكم وإياي أولا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം ദഹബി അദ്ദേഹത്തിന് അത്തദ്കിറ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. പണ്ഡിതന്മാരെ കുറിച്ചുള്ള അവരുടെ വിശേഷണങ്ങൾ എടുത്തു പറയുന്ന ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ നമ്മളൊക്കെ കേട്ട് നമുക്കൊക്കെ സുപരിചിതനായ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഗ്രന്ഥം രചിച്ച മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി എടുത്തു പറയുന്ന ഒരു ഉദ്ധരണി അതിൽ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അന്നൽ ഇമാം അബൂ ദാവൂദ് കാന അഷ്ബഹൻ നാസി ലിൽ ഇമാം അഹ്മദ്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സുനൻ എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്. നമ്മൾ ഹദീസുകൾ പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഒന്നുകിൽ ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസ് എന്ന് കൂടെ പറയാറുണ്ട്, അതല്ലെങ്കിലും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്ന് കൂടെ ചേർത്ത് പറയാറുണ്ട്. അതുപോലെ എടുത്തു പറയുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് അന്നൽ ഇമാം അബൂ ദാവൂദ് കാന അഷ്ബഹൻ നാസി ലിൽ ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ ഗുരുവര്യനാണ്. ആ ഗുരുവര്യനോട്
ഏറ്റവും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഏറ്റവും സദൃശ്യനായിരുന്ന, ഒരുപോലെ കാണപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു സരണിയായിരുന്നു, ഒരു ജീവിത രീതിയായിരുന്നു മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടേത് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ദീന് പകർന്നു കൊടുത്ത, ഈ സ്വഭാവങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ പകർന്നു കൊടുത്ത, ഈ ജീവപരിത്യാഗം പഠിപ്പിച്ചു കൊടുത്ത, ഈ ഐഹിക വിരക്തി പഠിപ്പിച്ചു കൊടുത്ത ഈ വ്യക്തി ആരാണ്? ഇമാം അഹ്മദിന് പഠിപ്പിച്ചു കൊടുത്ത വ്യക്തി ആരാണ്? ഇമാം അഹ്മദ് ആരിൽ നിന്നാണ് ആ വെളിച്ചം പകർത്തിയെടുത്തത് എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും തുടരുകയാണ്. വകാനൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഷ്ബഹൻ നാസി ബി വകീഅ ബിനുൽ ജറാഹ്. ചരിത്രത്തിൽ വളരെയധികം ഹദീസ് ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ്. ഇമാം ഷാഫിഈയുടെ ഉസ്താദാണ് ഇമാം വകീഅ ബിനുൽ ജറാഹ്. ആ ഇമാം വകീഅ ബിൻ ജറാഹിന്റെ ജീവിതത്തെ കണ്ടു പഠിച്ച് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും രീതികളിലും ഒക്കെ അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ചയാളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഉസ്താദാണ്, ഗുരുവര്യനാണ്. ഇനി ഇമാം വകീഅ ബിനുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആരെ കണ്ടുകൊണ്ടാണ്, ആരിൽ നിന്നാണ് വെളിച്ചം സ്വീകരിച്ചത്? ആരെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നടപ്പ് സ്വീകരിച്ചത്? ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം അത് ആരിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചെടുത്തത് എന്ന് വീണ്ടും വിശദീകരിക്കുകയാണ്. വകാനൽ ഇമാം വകീഅ ബിനുൽ ജറാഹ് അഷ്ബഹൻ നാസ് ബി സുഫിയാൻ അസ്സൗരി. 10-30-ലധികം മദ്ഹബുകൾ, അറിയപ്പെട്ട 4 മദ്ഹബുകൾക്കും അപ്പുറത്ത് അതിനേക്കാളും കുറച്ചുകൂടി പ്രമാദമായ 10ഓളം മദ്ഹബുകൾ ഉൾപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇമാം സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര വിധികളിൽ അദ്ദേഹത്തിന്റെ മദ്ഹബുകൾ, അഭിപ്രായങ്ങൾ അറിയപ്പെടുന്നത് സൗരി മദ്ഹബ് എന്നാണ്. അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. ഈ ഇമാം അബു സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ നിന്നും ഏടുകളിൽ നിന്നും പകർത്തിയെടുത്ത അതേ വെളിച്ചമാണ് വകീഅ ബിനുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലോകം മുഴുവൻ, ആ കാലഘട്ടത്തിലെ ലോകം മുഴുവൻ സുപ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് വകീഅ ബിനുൽ ജറാഹ്. വലിയ ശിഷ്യഗണങ്ങളുള്ള, ലോകം അറിയപ്പെട്ട വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെയും വകീഅ ബിനുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലനായ വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ ഇമാം വകീഅ ബിൻ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ചത് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നാണ് എന്ന് രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയുകയാണ്, വകാനൽ ഇമാം സുഫിയാൻ സൗരി അഷ്ബഹൻ നാസി ബി മൻസൂരിൽ മുഅ്തമിർ. മൻസൂറുൽ മുഅ്തമിർ എന്ന് പറയുന്ന അറിയപ്പെട്ട റാവിയായ ഹദീസ് പണ്ഡിതനായ മൻസൂറുൽ മുഅ്തമിറിൽ നിന്നാണ് ഇമാം സുഫിയാനു സൗരി ഈ ജീവിത രീതികളും ഐഹിക വിരക്തിയും ജീവിത പാഠങ്ങളും തഖ്വയും സൂക്ഷ്മതയും ഒക്കെ കൈമുതലാക്കിയത്. അവിടെയും തീർന്നില്ല. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയുകയാണ്, വകാനൽ മൻസൂർ ബിനുൽ മുഅ്തമിർ അഷ്ബഹൻ നാസി ബി ഇബ്രാഹിം അൻ-നഖഈ. ഇബ്രാഹിമിൻ തബഉത്താബിഈങ്ങളിൽ അറിയപ്പെട്ട ഇബ്രാഹിം അൻ-നഖഈയിൽ നിന്നാണ് മഹാനായ മൻസൂറുൽ മുഅ്തമിർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ചത്. അതുപോലെ ഏറ്റവും സദൃശനായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതം പോലെ അതുപോലെ പ്രസിദ്ധമായിരുന്നു, അതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ. വീണ്ടും അദ്ദേഹം പറയുന്നത്, വകാന ഇബ്രാഹിം അൻ-നഖഈ അഷ്ബഹൻ നാസി ബി അൽഖമ ഇബ്നുൽ വഖാസ്. താബഈയായിരുന്ന അൽഖമ ഇബ്നുൽ വഖാസിൽ നിന്നാണ് ഇബ്രാഹിം അൻ-നഖഈ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ജീവിതം, ഇബ്രാഹിം അൻ-നഖഈയുടെ ജീവിതം അൽഖമ ഇബ്നുൽ വഖാസിന്റേതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിത വിരക്തി അതുപോലെയായിരുന്നു, അദ്ദേഹത്തിന്റെ ദീൻ അതുപോലെയായിരുന്നു, അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും സുലൂക്കുകളും ഒക്കെ അഖ്ലാഖുമൊക്കെ അതുപോലെ കിടപിടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ. ഏറ്റവും ഒടുവിൽ അവിടെ ഇമാം ദഹബി പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, വകാന അൽഖമ ഇബ്നുൽ വഖാസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ താബിഈ, അദ്ദേഹം അഷ്ബഹൻ നാസി ബി അബ്ദുല്ലാഹി ഇബ്നുൽ മസ്ഊദ്, മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത രീതിയുമായി ഏറ്റവും സദൃശ്യമായി പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ്
അൽഖമ ഇബ്നുൽ വഖാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ഇമാം ദഹബി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഒരു താവഴികളായിക്കൊണ്ട് തലമുറകൾ കൊണ്ട് നൂറ്റാണ്ടുകളായി പകർന്നു കൊടുക്കപ്പെടുന്ന ദീനിന്റെ വെളിച്ചത്തിന്റെ വഴികളെ സൂചിപ്പിക്കാനാണ്. അവിടെയും തീർന്നില്ല. നമുക്ക് ഹദീസുകളിൽ അറിയപ്പെട്ട ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വഹാബിമാർ സാക്ഷ്യപ്പെടുത്തുന്നത് ലം യകുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ബഹ ഹദിയൻ വലാ സുംതൻ മിൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ശൈലികളെ പോലെ ഏറ്റവും ഉദാത്തമായ ജീവിത രീതി, ഏറ്റവും ഉദാത്തമായ സ്വഭാവ പെരുമാറ്റങ്ങൾ, ആചാര പെരുമാറ്റങ്ങൾ, രീതികൾ അത് പ്രകടിപ്പിച്ചിരുന്ന ആൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തോട് ഏറ്റവും കിടപിടിക്കാവുന്ന, ഏറ്റവും മാതൃകയാക്കാവുന്ന രീതി സ്വീകരിച്ചിരുന്ന ആൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഇവിടെ ഉദ്ധരണി അവസാനിക്കുകയാണ്. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന ആ താവഴികൾ, മഹാനായ പ്രവാചകനിൽ നിന്നും സ്വീകരിച്ച ആ താവഴി അതിങ്ങനെ തുടർന്നു പോരുകയാണ്. ഓരോ ആളുകളും അവരവരിൽ നിന്നും, ഓരോ വ്യക്തികളിൽ നിന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ചാലുപിടിച്ച് അവരിൽ നിന്നും അതേ ദീന്, ഉത്തമരായ തലമുറയിൽ നിന്നും, അർഹതയുള്ളവരിൽ നിന്നും ആ ദീനിനെ സ്വീകരിച്ചപ്പോൾ ആ വഴികൾ ഏറ്റവും പ്രസിദ്ധമായതായി. ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഇസ്ലാമിക ചരിത്രത്തിലെ വിജ്ഞാനത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാരാണ്, മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ്. ഉന്നതമായ സ്ഥാനമുള്ള അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയൊരു സിംഹഭാഗവും കൈകാര്യം ചെയ്തിരുന്ന പോകുന്ന പണ്ഡിതന്മാർ, വണ്ണം ഒത്ത പണ്ഡിതന്മാരാണ് ഈ പേര് പറയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പെരുമാറ്റങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര ശൈലികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം, നിരീക്ഷണം, പ്രതികരണങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റുതിരുത്തിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശീലമാക്കിയത്, ഇതൊക്കെയും അതുപോലെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ സ്വഹാബിമാർ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ കൂഫയിലേക്ക്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം കൂഫയിലേക്ക് പോകുകയാണ്. ഇറാഖിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അദ്ദേഹം കൈമുതലാക്കിയ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രകാശം അത് കൂഫയിലേക്ക് പ്രചരിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച ഒരുപാട് പണ്ഡിതന്മാർ, അൽഖമ ഇബ്നുൽ വഖാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇബ്രാഹിം നഖഴിയെ പോലെ ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാം അഹ്മദിനെ പോലെയും അബൂദാവൂദിനെ പോലെയുമുള്ള താവഴിയിലേക്ക് ചെന്നു ചേർന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പകർന്നു കൊടുത്ത വെളിച്ചമായിരുന്നു എന്നാണ്. ആ വെളിച്ചത്തിന്റെ കേദാരം, ആ വെളിച്ചത്തിന്റെ വിളക്കുമരം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ് മുട്ടുന്നത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ആമുഖമായി ഒരു ചരിത്രം പറഞ്ഞത് അവരൊക്കെ ജീവിതത്തിൽ നന്മയുടെ താക്കോലുകളായിക്കൊണ്ട് വർത്തിച്ചു എന്ന് പറയാനാണ്. നന്മകളുടെ, ഒരുപാട് വലിയ നന്മകളുടെ താക്കോലുകളായി, വിശാലമായ ഒരു വാതിലിന്റെ, നന്മയുടെ കവാടത്തിന്റെ താക്കോലുകളായിക്കൊണ്ട് അവർക്കൊക്കെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച് അവരിൽ നിന്നും നന്മ ഉൾക്കൊണ്ട് അവരെ കണ്ട് നന്മയിൽ ഇങ്ങനെ വളർന്നു വന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന മിനന്നാസി നാസൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ചില ജനങ്ങളുണ്ട്, മഫാത്തിഹലിൽ ഖൈർ, അവർ നന്മയുടെ പ്രസരിപ്പുകാരാണ്, നന്മയുടെ താക്കോൽ കൂട്ടങ്ങളാണവർ, നന്മയുടെ താക്കോലുകളാണവർ, മഗാലിക ലിശർ, തിന്മയുടെ വിലങ്ങുതടികളുമാണവർ, തിന്മകൾക്ക് കൂച്ചു വിലങ്ങിടുന്നവരാണവർ, നന്മകളുടെ വാതിലുകളെ, വാതായനങ്ങളെ തുറക്കുന്നവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുകയാണ്, വ ഇന്ന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില മനുഷ്യരുണ്ട്, വ ഇന്ന മിനന്നാസി നാസൻ മഫാത്തിഹ ലിശർ,
അവർ തിന്മയുടെ താക്കോലുകൾ, തിന്മയുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാൻ താക്കോലുകളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെ കൊണ്ട് തിന്മയാണ് ഉണ്ടാവുക. അവർ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ഷർറ് വ്യാപിക്കാൻ ഇങ്ങനെ ഓരോ കാരണങ്ങളായി, നിമിത്തങ്ങളായി മാറുക എന്നല്ലാതെ അവരെ കൊണ്ട് ഗുണമൊന്നുമില്ല. മാത്രമല്ല മഗാലിക്കൽ ലിഷർ, തിന്മകൾക്ക് നന്മകൾക്കുള്ള കൂച്ചുവിലങ്ങാണവർ. നന്മകൾക്ക് എതിരായി കൊണ്ട് വർത്തിക്കുന്ന ആളുകളാണവർ. എല്ലാ നന്മകളെയും അന്നമുടക്കികളാണവർ. അങ്ങനെയുള്ള ചില മനുഷ്യന്മാർ മനുഷ്യരുടെ, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി, ആരുടെ കൈകൾ കൊണ്ടാണോ നന്മയുടെ വാതായനങ്ങൾ തുറക്കുന്ന താക്കോൽ കൂട്ടങ്ങളായി കൊണ്ട് അല്ലാഹു നിശ്ചയിച്ചത്, അവർക്ക് മംഗളമുണ്ടാകട്ടെ, അവർക്ക് മംഗളമുണ്ടാകട്ടെ. ഈ തൂബയുടെ വിശദീകരണത്തിൽ കാണാം, തൂബ എന്ന് പറഞ്ഞാൽ ഒന്ന് മംഗളം എന്നുള്ള ആശംസ അറിയിക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. മറ്റൊരു വിശദീകരണം സ്വർഗത്തിലുള്ള വിശാലമായ 100 വർഷത്തോളം സഞ്ചരിച്ചാലും മുറിച്ചു കടക്കാൻ, തണൽ മുറിച്ചു കടക്കാൻ കഴിയാത്ത വിശാലമായ ഒരു മരത്തെ സൂചിപ്പിക്കുന്ന, അതിൻ്റെ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കും എന്നതാണ് അതിൻ്റെ സൂചന എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറഞ്ഞത്, വവൈലുൻ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹ ശർരി അലാ യദൈഹി, ആരുടെ കൈകൾ കൊണ്ടാണോ തിന്മയുടെ കവാടങ്ങൾ തുറക്കാൻ കാരണക്കാരാക്കുന്നത്, താക്കോൽ കൂട്ടങ്ങളാക്കി, തിന്മയുടെ കവാടങ്ങൾക്കുള്ള താക്കോൽ കൂട്ടങ്ങളാക്കി കൊണ്ട് അള്ളാഹു ആരെയാണോ നിശ്ചയിക്കുന്നത്, അവർക്ക് നാശമാണ്, അവർക്ക് നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ പ്രദേശങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ നന്മകൾക്ക് ഒരു കാരണക്കാരനായി ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പ്രവർത്തകന്മാരും നന്മയുടെ വാഹകളും വിശ്വാസികളും നന്മയുള്ളവരൊക്കെ ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ അവിടെ നന്മ നിലനിൽക്കാൻ കാരണക്കാരായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന 1, 2, 3 ചില എണ്ണപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരിക്കും. സമ്പുഷ്ടമായ വിശാലമായ ആളുകളുള്ള ഒരു സംഖ്യം ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് അവിടെ നന്മകൾക്ക് പ്രധാനമായി, അതിപ്രധാനമായി ചുക്കാൻ പിടിക്കുന്ന, നന്മകൾക്ക് സേവകരായി വർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാകും. അവരാണ് പള്ളികൾ നിർമ്മിക്കണമെന്നുള്ള ആദ്യത്തെ ചിന്ത കൊടുക്കുന്നത്. ഇവിടെ ഒരു പള്ളി വരണമെന്നുള്ളത് ആദ്യം ചിന്തിച്ചു നടന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും. അവരാണ് ഈ നന്മക്ക് തുടക്കമിട്ട ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ അണമുറിയാത്ത പ്രതിഫലം അവർ മരണപ്പെട്ടതിനു ശേഷവും അവരുടെ ഖബറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ചെയ്തതെല്ലാം തീർന്നുപോയി, അവർ ചെയ്ത കർമ്മങ്ങളെല്ലാം തീർന്നുപോയി, അവരുടെ കൈകളനാഥമായി, അവരുടെ സമ്പത്തനാഥമായി. പക്ഷേ അവർ ചെയ്തു വെച്ച ചില പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രങ്ങൾ ഇന്നും അവർക്ക് ഖബറിലേക്ക് അണമുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മളിൽ നിന്നും നന്മ പഠിക്കുന്ന, നമ്മൾ മറ്റുള്ളവർക്ക് നന്മക്ക് കാരണക്കാരായും വർത്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ പെരുമാറ്റം മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്ത നാശമുണ്ടെന്ന് പറഞ്ഞ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് കുടുംബത്തായിരുന്നാലും ഒരു മഹല്ലത്തിലായിരുന്നാലും എന്ത് നന്മകളുടെയും മുടക്കികളായിക്കൊണ്ട് നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. എല്ലാത്തിൻ്റെയും നന്മകളുടെ മുടക്കമാണ് അവർക്ക്. നന്മ മുടക്കുന്നതായിരിക്കും അയാളുടെ സ്വഭാവം. എല്ലാ നന്മകൾക്കും എതിര് പ്രവർത്തിക്കുന്നതായിരിക്കും അയാളുടെ സ്വഭാവം. അങ്ങനെയുള്ള ആളുകൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി കൊണ്ട് താക്കീത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നന്മയുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്, നന്മയുടെ സംഘത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്, നന്മയുള്ള ഒരു കൂട്ടത്തിൻ്റെ കൂടെ കൂടാൻ കഴിയുക എന്നുള്ളത് അതൊരു സൗഭാഗ്യമാണ് സഹോദരങ്ങളെ. അതൊരു വലിയ തൗഫീഖാണ്, അള്ളാഹു തരുന്ന തൗഫീഖാണ്. പള്ളിയുടെ കമ്മിറ്റിയിൽ പള്ളിയുമായി സഹകരിക്കുന്ന, പള്ളിക്ക് വേണ്ട ചെലവുകളും കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നാളെ ഖബറിലേക്കുള്ള, അള്ളാഹു നമ്മൾ ഒരുപാട് നന്മകൾക്ക് കാരണക്കാരാക്കിയതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ദഅവത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് കച്ചവടമുണ്ട്, നമുക്ക് കുടുംബങ്ങളുണ്ട്, മറ്റുള്ളവരെല്ലാം വിലസുന്നത് പോലെ നമുക്കും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ദഅവത്തിനും നമ്മുടെ കർമ്മങ്ങൾക്കും മാറ്റിവെക്കാൻ സമയമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ആളുകളാണ് നമ്മളെന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. അതല്ല വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമുഅ ദിവസം മാത്രം കയറി വരാൻ പറ്റും, അല്ലെങ്കിൽ ളുഹറും അസറും മാത്രം ജോലിക്ക് പോകുന്നത് കൊണ്ട് കിട്ടും, ബാക്കി രാത്രി ഇശാവും അതുപോലെ സുബഹിയും ഒക്കെ ജോലി ഭാരത്താൽ ഉറങ്ങിത്തീർക്കുമെന്നാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് റബ്ബിന്റെ കടാക്ഷത്തിൽ നിന്ന് അകന്നുപോയ, റബ്ബിന്റെ തൗഫീഖിൽ നിന്ന് അകന്നുപോയ ആളുകളാണോ നമ്മൾ എന്ന് സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അതല്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ ഒരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി ഇത് ഇടക്കിടക്ക് ചൊല്ലിയിരുന്നു എന്നാണ്. കാന യഖൂൽ എന്ന് കാണാൻ പറ്റും. കാനയുടെ ശേഷം ഒരു ഫിഅലു മുദാരി അവിടെ കൊണ്ടുവന്നാൽ അത് ഇടക്കിടക്ക് പ്രവർത്തിക്കും എന്നുള്ളതാണ് അവിടെ ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പതിവായിക്കൊണ്ട് ഇടക്കിടക്ക് റസൂലുള്ളാഹി ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥന പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്കത് കാണാൻ കഴിയും. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുമ്മ പടച്ചവനെ അസ്ലിഹ് ലീ ദീനി, എൻ്റെ ദീന് പടച്ചവനെ എനിക്ക് നന്നാക്കി തരണം. ദീൻ എന്തിനാ നന്നാക്കുന്നത്? ദീൻ എന്തിനാണ് സഹോദരങ്ങൾ നന്നാക്കുന്നത്? നമുക്ക് ദീനുള്ളത് വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കണം. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കണം. എല്ലാ വഖത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിസ്കരിച്ചവന് വീണ്ടും പറയുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിൽ ചൊവ്വായ പാതയിൽ ഉറച്ചവനാണെങ്കിൽ വീണ്ടും അതേ ചൊവ്വായ പാത ചോദിക്കുന്നു. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞെന്താ? ആ ചൊവ്വായ പാതയിൽ നിലനിൽക്കണമെങ്കിൽ കുറച്ച് കടുപ്പമുണ്ട് എന്നാണ്. ഇസ്തിഖാമത്ത് കിട്ടണമെങ്കിൽ മരണം വരെയും അതുപോലെ നിന്ന് കൈകെട്ടിക്കൊള്ളാൻ ഒരു പക്ഷേ ആഫിയത്ത് ലഭിച്ചോണമെന്നില്ല. ആ ഹിദായത്ത് നിലനിൽക്കണമെന്നില്ല. ആ ഹിദായത്തിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ഇസ്തിഖാമത്തിന് വേണ്ടി, ആ ഹൃദയം ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടി ചോദിക്കുകയാണ് റബ്ബിനോട്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. എൻ്റെ എല്ലാ കാര്യങ്ങളെയും നേതൃത്വം, എല്ലാ കാര്യങ്ങളുടെയും ഉച്ചിയിൽ നിൽക്കുന്നത് അത് പടച്ചവനെ ദീനാണ്. ആ ദീൻ എനിക്ക് നന്നാക്കി തരണേ. ദീനില്ലെങ്കിൽ ഒന്നുമില്ല. ദീനില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദീനുണ്ടെങ്കിൽ, ദീനില്ല എങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് കാര്യത്തിലും നമുക്ക് ഉയർച്ചയുണ്ടായാലും സഹോദരങ്ങളെ അതൊന്നും നന്മയായി കൊണ്ട് കാണാൻ കഴിയില്ല. അതൊക്കെ നമുക്കുള്ള പരീക്ഷണങ്ങളാണ്. പിന്നീട് റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. വഅസ്ലിഹ് ലീ ദുനിയായല്ലതി ഫീഹാ മഅശി. പിന്നെയാണ് ദുനിയാവ് ചോദിച്ചത്. ആദ്യം ദീനാ ചോദിച്ചത്, പിന്നെ ദുനിയാവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രാർത്ഥനകൾ പ്രാമുഖ്യം കൊടുക്കാറുള്ളത് എന്താ? പടച്ചോനെ എൻ്റെ കടം വീട്ടി തരണേ. ഈ ദുനിയാവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ ദുനിയാവും നിരത്തി വെച്ചതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ ചോദിക്കും സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച്, നമ്മുടെ ഖബറിന്റെ ജീവിതത്തെക്കുറിച്ച്, സിറാത്തിൽ, നരകത്തിന് മുകളിലുള്ള സിറാത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ച്, റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണയെക്കുറിച്ച് ഒക്കെ അവസാനം ചോദിക്കുക. ഏറ്റവും ആദ്യം ദുനിയാവിലുമായി നമ്മളെ ബന്ധപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളും ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആദ്യം ദീന് നന്നാക്കി തരണേ, അല്ലാഹുവേ എനിക്ക് ദീന് നന്നാക്കി തരണേ. വഅസ്ലിഹ് ലീ ദുനിയായല്ലതി ഫീഹാ മഅശി. ഞാൻ ഈ ദുനിയാവിലാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം ഈ ദുനിയാവിലാണ്. ആ ദുനിയാവും പടച്ചോനെ എനിക്ക് നന്നാക്കി തരണേ. വഅസ്ലിഹ് ലീ ആഖിറത്തില്ലതി ഫീഹാ മഅദി. എനിക്ക് വീണ്ടും മടങ്ങി പോകാനുണ്ട് ഈ ദുനിയാവിന് ശേഷം. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ദുനിയാവ് അവിടെ കഴിഞ്ഞു, ബാക്കിയുള്ളവർ ജീവിച്ചോട്ടെ. ബാക്കിയുള്ള ഓരോ വ്യക്തികളും ദുനിയാവിലേക്ക് പറന്നു വീഴുന്നുണ്ട്, അയാളുടെ ദുനിയാവ് അവിടെ കഴിഞ്ഞു. അയാൾ ബർസഖിന്റെ ലോകത്തേക്കുള്ള യാത്രയിലാണ്. അയാളുടെ ദുനിയാവ് അവിടെ അവസാനിച്ചു. 60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ 60ന്റെ ബാച്ചിൽ വന്നവരൊക്കെ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ, 70ന്റെ ബാച്ചിൽ വന്നവർ കയറിപ്പോകുമ്പോൾ അവനവന്റെ കർമ്മഫലങ്ങൾ കാണാൻ വേണ്ടി തിരിച്ചു പോകുകയാണ്. അങ്ങനെ മടങ്ങിച്ചെല്ലേണ്ട എൻ്റെ ആഖിറത്ത് വഅസ്ലിഹ് ലീ ആഖിറത്തില്ലതി ഫീ അമാദി. എൻ്റെ മടക്കമുള്ള ആഖിറത്തിനെ എനിക്ക് നന്നാക്കി തരണേ. വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. വജ്അലിൽ ഹയാത്ത്, എൻ്റെ ജീവിതത്തെ നിശ്ചയിക്കണേ റബ്ബേ. സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മകളിലുമുള്ള ആധിക്യം, ധാരാളിത്തം കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറക്കണേ. എനിക്ക് ജീവിക്കാൻ ഒരല്പം ആയുസ് തരികയാണെങ്കിൽ അത് നന്മക്കുള്ള അവസരമായി കൊണ്ട് എനിക്ക് നൽകണേ പടച്ചവനെ. വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർർ, എല്ലാ ഷർറിൽ നിന്നുമുള്ള ഒരു കരകയറ്റമായിരിക്കണം എൻ്റെ മരണം. ഈ ദുനിയാവിന്റെ എല്ലാ ഷർറുകളിൽ നിന്നും മുക്തി നേടുന്നതായിരിക്കണം എൻ്റെ മരണം പടച്ചവനെ. എൻ്റെ മരണം ഈ ദുനിയാവിന്റെ ചാബല്യങ്ങളിൽ നിന്നും, കെട്ടിക്കൊടുക്കയിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമുള്ള ഒരു റാഹത്ത്, ഒരു രക്ഷപ്പെടലാക്കിക്കൊണ്ട് നിന്റെ അടുക്കലേക്കുള്ള തിരിച്ചുവരവ് ഒരു രക്ഷയായിക്കൊണ്ട് എനിക്ക് നിശ്ചയിക്കണേ റബ്ബേ എന്നുള്ളതാണ്. ഇതല്ലേ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ തേട്ടം, ഒരു വിശ്വാസിയുടെ സ്വപ്നവും ആഗ്രഹവും ഇതായിരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഷറഫു അസ്ഹാബിൽ ഹദീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ഹദീസിന്റെ വിജ്ഞാനത്തിൽ ഏർപ്പെട്ട വ്യക്തികളുടെ, മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഫദ്ല് പറയുന്ന ഇമാം ഖതീബുൽ ബഗ്ദാദിയുടെ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഇമാം ബുഖാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ, ഉസ്താദിന്റെ അടുക്കൽ വെച്ച് ഉണ്ടായ ഒരു സംഭവം ഇമാം ബുഖാരി അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, അലി ഇബ്നുൽ മദീനി, ഇമാം ബുഖാരി ഏറെ ആദരിച്ചിരുന്ന
വലിയൊരു ഉസ്താദാണ്. ഇമാം ബുഖാരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന, ബഹുമാനമുണ്ടായിരുന്ന, വലിയ പുകഴ്ത്തലുകൾ അദ്ദേഹം പറഞ്ഞൊരു ഉസ്താദാണ് അലി ഇബ്നുൽ മദീനി. അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ ഇമാം ബുഖാരി പറയാണ്, ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞു, കുന്നാ സലാസത്തുൻ ഔ അർബഅത്തുൻ അലാ ബാബി അലി ഇബ്നുൽ മദീനി. അലി ഇബ്നുൽ മദീനിയുടെ വീട്ടുപടിക്കൽ ഞങ്ങൾ 2, 3, 4 ആളുകൾ മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഘട്ടം വന്നു. അങ്ങനെയുള്ള ചുരുങ്ങിയ ആളുകൾ മാത്രമുള്ള, എണ്ണാൻ മാത്രം പാകമൊത്ത കുറച്ച് ആളുകൾ മാത്രമായി ഞങ്ങൾ ചുരുങ്ങിയപ്പോൾ ആ സമയത്ത് അലി ഇബ്നുൽ മദീനി ഞങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തന്നു. എന്താണ് ഹദീസ്? ആ ഹദീസ് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ഔ ഖാലഫഹും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ എല്ലാ കാലത്തിലും ഒരു സംഘമുണ്ടായിരിക്കും. ളാഹിരീന അലൽ ഹഖ്, ആ ഹക്കിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘമുണ്ടായിരിക്കും. ലാ യദുർറുഹും, അവർക്ക് ഒരു ഉപദ്രവവും ഒരു ചുക്കും ചെയ്യില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു ഉപദ്രവവും വരുത്താൻ കഴിയില്ല. മൻ ഖദലഹും, അവരെ ആരൊക്കെ നിന്ദിച്ചോ, അവരെ ആരൊക്കെ കളിയാക്കിയോ, ആ കളിയാക്കിയവരുടെ കളിയാക്കലുകളൊന്നും അവരെ യേശുകയില്ല. ഔ ഖാലഫഹും, അവർക്കെതിരിൽ ആരൊക്കെ എതിരായിക്കൊണ്ട് കടന്നു വന്നാലും അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഹക്കിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ചെറുകൂട്ടം അവരെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. എന്നിട്ട് ഈ ഹദീസിനെ അലി ഇബ്നുൽ മദീനി വിശദീകരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ആ ഹക്കിന്റെ പുറത്ത് നിലകൊള്ളുന്ന ആളുകൾ, മക്കളെ, അത് നിങ്ങളാണ്. ഇന്നി ലഅർജു അൻ തഅവീൽ ഹദീസ് അൻതും ലിഅന്ന തുജാറ ഖദ് ശഗലു അൻഫുസഹും ബിത്തിജാറാത്ത്. കാരണം കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ കച്ചവടം വൃഥാവിലാക്കിയിരിക്കുന്നു. അവരതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ മരണം വരെ പരക്കം പാഞ്ഞുകൊണ്ടേയിരിക്കും. കൈത്തൊഴിലുമായി നടക്കുന്ന ആളുകൾ, അവർ അതിന്റെ പിന്നാലെയാണ്, മരണം വരെയും അത് തുടർന്നു കൊണ്ടിരിക്കും. ഭരണകർത്താക്കളായ ആളുകൾ ഭരണീയരുടെ വിഷയങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് അതിലിങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അവരുടെ ഭൂരിഭാഗ സമയവും അതിലായിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വേണ്ടി, മനുഷ്യകുലത്തെ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞു വിട്ടത്, എന്തിനാണോ ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത്, ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാവലാളായിക്കൊണ്ട് വർത്തിക്കുന്നവരാണ് നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ജീവിപ്പിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് മഹാനായ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി അടങ്ങുന്ന ഒരു സദസ്സിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിൽക്കാലത്ത് ഇമാം ബുഖാരി ഒരു ഹദീസ് ഗ്രന്ഥം രചിച്ചപ്പോൾ ആ ഗ്രന്ഥമായിരുന്നു ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കിതാബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള, ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥം എന്നുള്ള തട്ടിലേക്ക് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം അത് വളർന്നു എന്നുള്ളതാണ്. അത് രചിക്കാൻ മാത്രം പ്രാപ്തരാക്കി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതിൽ ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി, ആ പറഞ്ഞ ഹദീസിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എപ്പോഴും ഹക്കിന്റെ പുറത്തുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. ആ ഹക്കിന്റെ പുറത്തുള്ള കുറച്ച് ആളുകളിൽ നമ്മളുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ ഹക്കിന് വേണ്ടി, ഇസ്ലാം ദീനിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ സമയം നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ സമ്പത്ത് നമ്മൾ എത്ര കണ്ടു കൊടുക്കുന്നുണ്ട്? നമ്മുടെ ചിന്തകൾ അതിനു വേണ്ടി എത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ട്? നമ്മുടെ ചിന്തകളുടെ ആശയങ്ങൾ അത് എവിടെയാണ് നമ്മൾ ചെലവാക്കുന്നത്? കച്ചവടത്തിലാണോ? നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിലാണോ? പലതും പരിഹരിക്കുന്ന വിഷയത്തിലാണോ? അതല്ല ദീനിന്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ടോ? ദീനിന്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ടോ? പലതും പഠിച്ചെടുക്കാൻ നമ്മൾ മിടുക്കരാണ്, പക്ഷേ ആയത്തുകൾ പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ മത്സരിച്ചുകൊണ്ട് പഠിക്കുന്നു. പക്ഷേ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യക്കോ അതേ ഒരു ആവേശം ഖുർആൻ പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് സഹോദരങ്ങളെ ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹു നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ, ആ അവസരങ്ങളിലൂടെയായിരിക്കും അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. നന്മയുടെ താക്കോലുകളായി അള്ളാഹു നമ്മളെ നിശ്ചയിക്കുന്നത് അവസരങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും. വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നൽകും. ആ ഉത്തരവാദിത്തത്തെ അമാനത്തിന്റെ രൂപത്തിൽ നിർവഹിക്കുന്നതിന്റെ കൂടെ തന്നെ, അത് ധൈര്യസമേതം ഏറ്റെടുക്കുന്നതിന്റെ കൂടെ തന്നെ, പരലോകത്തിന്റെ പേടിയോട് കൂടി തന്നെ അതിനെ ഏറ്റെടുക്കുന്നതിന്റെ കൂടെ തന്നെ, അത് നമ്മുടെ ഖബറിലേക്കുള്ള, പരലോകത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം.
റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, ഒരു അടിമക്ക് അല്ലാഹു ഒരു നന്മ ഉദ്ദേശിച്ചു, ഒരു അടിമക്ക് ഒരു നന്മ അല്ലാഹു ഉദ്ദേശിച്ചു, ഇസ്തഅമലഹു, അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. എന്തു പണി? ദുനിയാവിലെ വല്ല ബിസിനസ് വിട്ടു കൊടുക്കുന്നതാണോ? ദുനിയാവുമായി കെട്ടിത്തിരിയുമെന്നുള്ളതാണോ? അല്ല, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യാൻ അല്ലാഹു ഇങ്ങനെ അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് ഈ പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി? ഒന്ന് കഴിഞ്ഞ് ഒന്ന് അടുത്തതിലേക്ക്. ആൾക്കാർക്കൊക്കെ ഇത് മടുത്തു തുടങ്ങിയിരിക്കുന്നു. പലരും പറയുന്നതാണ്, ഒന്ന് കഴിഞ്ഞ് ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാണ് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഛിദ്രതയുണ്ടാക്കുന്നത്? സഹോദരങ്ങളെ, ആളുകൾക്കിടയിൽ സ്വീകാര്യത നേടുന്ന ഒന്നല്ല ദഅവത്ത് എന്ന് പറയുന്നത്. ആ ദഅവത്തിന് സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ദഅവത്തിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇസ്തഅമലഹു, അല്ലാഹ് പണിയെടുപ്പിക്കുന്ന പറഞ്ഞത്. കേട്ട സ്വഹാബിക്കൊരു സംശയം, എന്താണ് റസൂലേ ആ പറഞ്ഞത്? ഖാല യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ല അൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു അവസരം കൊടുക്കുന്നതാണ്. വലിയ വലിയ അവസരങ്ങൾ ആയിക്കൊണ്ടാണ് പടച്ചോൻ നമ്മളെ നന്മയുടെ താക്കോൽ കൂട്ടങ്ങളായിക്കൊണ്ട്, നന്മകൾക്കുള്ള കാരണക്കാരായിക്കൊണ്ട് പടച്ചോൻ അല്ലാഹു നമ്മളെ മാറ്റുന്നത്. നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്ന ഉത്തരവാദിത്തങ്ങളാകുന്ന അവസരങ്ങൾ, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, വേറുള്ളതിനല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയില്ല, അള്ളാന്റെ ദീന് വളരാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ, അത് നമ്മൾ ഏറ്റെടുക്കണം. അതിൽ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുവഴി ഒരു പക്ഷേ വലിയ കൂമ്പാരങ്ങൾ, നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ വലിയ കൂമ്പാരങ്ങൾ നമുക്കതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗം പകരമായി നൽകിക്കൊണ്ട് വിശ്വാസികളുടെ സമ്പത്ത് പടച്ചോൻ വാങ്ങി, അവരുടെ ശരീരം അല്ലാഹു വാങ്ങി. എന്താണ് പകരം കൊടുക്കുന്നത്? സ്വർഗം കൊടുക്കാമെന്നുള്ള ഉറപ്പിലാണ് ആ വാങ്ങിയത്. അപ്പൊ പടച്ചോന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യജീവൻ ഉള്ള ഒരു ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് സ്വർഗീയമായ ഉന്നതമായ സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് ഏർപ്പെടുത്തി തരും എന്ന വിശ്വാസത്തിൽ അല്ലാഹുവിന് വേണ്ടി നല്ല കടം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നമുക്ക് ജീവിതത്തിൽ നന്മകൾക്കും തിന്മകൾക്കും ഇവിടെ അവസരമുണ്ട്. നന്മകൾക്കുള്ള കാരണക്കാരനാക്കി, മറ്റുള്ളവർ നമ്മളെ കണ്ട് പ്രകാശം സ്വീകരിക്കുന്നവരാക്കി നമ്മൾ സ്വയം മാറുക. നമ്മൾ സ്വയം കത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന വിളക്കുമാടങ്ങളായി, വെളിച്ചമുള്ള മരങ്ങളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ ഇസ്ലാം ദീനിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പല ആളുകൾക്കും പല കാര്യങ്ങളെക്കുറിച്ചും ജമ്മു കസ്ർ, അതുപോലെ ഹുഫയിൽ തടവുക, വുളൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങൾ, മറവിയുടെ സുജൂദ്, ഇത്രയും അതിപ്രാധാന്യമുള്ള നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വലിയ വ്യക്തത കുറവ് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇമാമ് മറന്നു കഴിഞ്ഞാൽ ബാക്കിലുള്ളവൻ എന്ത് ചെയ്യണം എന്നുള്ളത് 4 വട്ടം ആലോചിക്കും. ഇമാമും ആലോചിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തത കുറവ് പലപ്പോഴും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിത്യജീവിതവുമായി, കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും അതിൽ കൃത്യത വരുത്താനും നമ്മൾ തയ്യാറാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഇളവാണ് ഖുഫയിൽ തടവുക. അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് ധരിക്കുന്ന സോക്സ് പോലെയുള്ള, ആധുനിക പണ്ഡിതന്മാർ അതിന് സമാനമായി പ്രയോഗിച്ച സോക്സ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തടവുന്നതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില വചനങ്ങൾ നമുക്ക് ആ വിഷയകരമായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, കുൻതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ ഫീ മസീരിൻ, ഒരു യാത്ര പോകുമ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ ഞാൻ കൂടി. ഫഅഫറഗ്തു അലൈഹി മിനൽ ഇദാവ, പാത്രത്തിൽ നിന്ന് റസൂലുള്ളാഹിക്ക് വുളൂ ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഗസല വജ്ഹഹു വഗസല ദിറാഇഹി, മുട്ടുൾപ്പെടെയുള്ള കൈയും മുഖവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഉപയോഗിച്ച് കഴുകി. വമസഹ ബിറഅസിഹി, തല തടവുകയും ചെയ്തു. സുമ്മ അഹ്വൈതു ലി അൻസിഅ ഖുഫൈ, പ്രവാചകന്റെ കാലിന്റെ ആ കാലുറ ഞാൻ ഊരാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ദഅഹുമാ, നീ അതിനെ വിട്ടേക്ക്. ഫഇന്നി അദ്ഖൽതുഹുമാ ത്വാഹിറതൈൻ,
ഞാനിത് ശുദ്ധിയോടുകൂടിയാണ് ഞാനിത് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഫമസഹ അലൈഹിമ, എന്നിട്ട് പ്രവാചകൻ അതിന് മുകളിൽ തടവി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ? മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുഫയിൽ തടവാൻ വേണ്ടി നിർദ്ദേശിച്ചു. യാത്രക്കാരന് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവന് 1 ദിവസവും തടവാം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവിടെ ചില നിബന്ധനകൾ. എന്താണ് ഖുഫമേൽ തടവുക എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ശുദ്ധിയോടുകൂടി വുളൂ ചെയ്ത് കാലുറ ധരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സോക്സ് ധരിച്ചു. ശുദ്ധിയോടുകൂടി വുളൂ എടുത്ത് സോക്സ് ധരിച്ചു. ഇനി വീണ്ടും അയാൾക്ക് ആ വുളൂ മുറിഞ്ഞ് അയാൾക്ക് വീണ്ടും വുളൂ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സോക്സ് ഊരി കഴുകണമെന്നില്ല. അവിടെ ഇസ്ലാമിൽ ഇളവുണ്ട്. എന്താണ് ആ ഇളവ്? ആ സോക്സിന് മുകളിൽ 1 തവണ തടവിയാൽ മതി. അതിൻ്റെ മുകളിലാണ് തടവേണ്ടത്. 1 തവണ മുകളിൽ തടവിയാൽ മതി എന്നുള്ളതാണ് ആ ഇളവ്. സഹോദരങ്ങളെ, അവിടെ ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ശുദ്ധിയോടുകൂടിയായിരിക്കണം അത് ധരിച്ചിരിക്കേണ്ടത്. ഒരാൾ കുളിച്ചു, ഒന്നും ചെയ്തില്ല, വെറുതെ കുളിച്ചു, ശുദ്ധി ഉണ്ടല്ലോ എന്ന് കരുതി ഒരു മനുഷ്യൻ സോക്സ് ഇട്ടു, എന്നിട്ട് പിന്നെ വുളു എടുക്കുമ്പോൾ കാലിൻ്റെ ഉറയിൽ തടവിയാൽ മതിയോ? അല്ല, പറ്റില്ല. ആ ശുദ്ധി എന്നുദ്ദേശിച്ചത് വുളു ചെയ്തുകൊണ്ട് വുളുവിന് ശേഷമായിരിക്കണം ആ സോക്സ് ധരിക്കേണ്ടത്. എന്നിട്ട് പിന്നീട് വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വുളു ചെയ്യുമ്പോഴാണ് ആ തടവേണ്ടത് എന്നതാണ് ഉദ്ദേശം. രണ്ടാമത്തത് ആ ഫറലിന്റെ ഭാഗം, കാലിനൊരു ഫറലിന്റെ ഭാഗമുണ്ട്. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ആരും തുടവരെ കഴുകാറില്ല. അപ്പൊ കാല് കഴുകുക എന്നുള്ളത് കൊണ്ട് വുളുവിന്റെ ഫറലിൽ എത്ര ഭാഗമാണോ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം മറയുന്ന സോക്സ് ആയിരിക്കണം. ഇന്ന് പലപ്പോഴും ചെറിയ രൂപത്തിലുള്ളത് കാണാറുണ്ട്. ആ വുളുവിന്റെ ഭാഗം ഒഴിച്ചിടുന്ന രൂപത്തിൽ, അത്രയും ചെറുതായിട്ടുള്ള രൂപത്തിൽ, അത് എളുപ്പമുള്ള രൂപത്തിൽ ധരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഖുഫമേൽ തടവുന്ന വിഷയത്തിൽ ബാധകമാക്കണമെങ്കിൽ അത്തരം ചെറുതായിട്ടുള്ള ഫറലിന്റെ ഭാഗങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന രൂപത്തിലുള്ള സോക്സ് ധരിച്ചവരാണെങ്കിൽ ഈ ഇളവിന് അവർ സ്വീകാര്യരല്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് സാധാരണഗതിയിലുള്ള നടക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം ആ സോക്സ് ധരിച്ചാൽ. അതിങ്ങനെ നടക്കുമ്പോൾ ഊരിപ്പോകുന്ന രൂപത്തിൽ, ആയാസം വരുന്ന രൂപത്തിൽ ഉള്ളതാണെങ്കിൽ അതിനും ഈ ഇളവ് ബാധകമാവുകയില്ല എന്നുള്ളതാണ്. നാലാമത്തത് അത് ഹറാമായ രൂപത്തിലുള്ള തോല് കൊണ്ട്, ശുദ്ധിയില്ലാത്ത നജസ് കൊണ്ടാകാൻ പാടില്ല. ഹറാമായ രൂപത്തിൽ നിരോധിക്കപ്പെട്ടത് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും ആവാൻ പാടില്ല. ഇപ്പൊ പട്ട് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, അതുകൊണ്ടുള്ളൊരു സോക്സ് ആണെങ്കിൽ അതൊന്നും പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ അവിടെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ഒരാൾ സോക്സ് ധരിച്ചു, ശുദ്ധിയോടുകൂടി വുളൂ ചെയ്ത് സോക്സ് ധരിച്ചു, എന്നാൽ പിന്നീട് അത് ഊരിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഇളവിൽ നിന്നും അയാൾ പുറത്തുപോയി. അയാൾ ഊരി വീണ്ടും കഴുകുന്നൊരവസ്ഥ വന്നാൽ പോലും ആ ഇളവിന് പിന്നീട് തടവാൻ അവസരമില്ല, ഊരാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഖുഫ, ഈ സോക്സ് ശുദ്ധി വരുത്തിയതിനു ശേഷം, ധരിച്ചതിന് ശേഷം പിന്നീട് ഊരാൻ പാടില്ല എന്നുള്ളത്. ഊരിയതോടുകൂടി അത് നഷ്ടപ്പെട്ടു ഈ ഇളവ് എന്നുള്ളതാണ്. മറ്റൊരു സംഗതി ഇതിൻ്റെ പരിധിയാണ്. നാട്ടിൽ താമസിക്കുന്നവന് എന്നും ഇത് ഉപയോഗപ്പെടുത്താം, പക്ഷേ 1 ദിവസം മാത്രമാണ് അതിൻ്റെ കാലാവധി ഉള്ളത്. ഒരു മനുഷ്യൻ രാവിലെ സുബഹിൻ്റെ നേരത്ത് വുളു, അയാൾ ഒരു യാത്രക്ക്, ദൂരദേശത്തേക്ക് യാത്ര പോവാണ്, അയാൾ വുളു ചെയ്തു, ആ സോക്സ് ധരിച്ചു, പിന്നീട് അയാൾക്ക് ളുഹറിൻ്റെ നേരം വരെയും അല്ലെങ്കിൽ അതിനിടയിൽ ളുഹ നിസ്കരിക്കാനുമൊക്കെ അയാൾ മൂത്രിക്കുകയോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ വുളു നഷ്ടപ്പെടുകയോ ചെയ്തു. പിന്നീട് അയാൾക്ക് വുളു ചെയ്യുമ്പോൾ ആ സോക്സിന് മുകളിൽ വുളു ചെയ്തിട്ട് കാല് കഴുകുന്ന സമയത്ത് അതിന് പകരമായി കാലിലൊന്ന് തടവിയാൽ മതി. കാലിൻ്റെ പുറത്ത് വലത് കൈകൊണ്ട് വലത് കാലിലും ഇടത് കൈകൊണ്ട് ഇടത് കാലിലുമാണ് തടവേണ്ടത്. 1 തവണയാണ് തടവേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങളെ, 1 ദിവസത്തെ കാലാവധിയുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ സുബഹിന്റെ സമയത്ത് ധരിച്ചവരാണെങ്കിൽ അടുത്ത സുബഹി വരെ എന്നുള്ളതാണോ? അല്ല, അതല്ല. അയാൾ രണ്ടാമത് എപ്പോഴാണോ തടവുന്നത്, അഥവാ ഒരു മനുഷ്യന് വുളു ചെയ്യുന്നു, സോക്സ് ധരിക്കുന്നു, പിന്നീട് അയാൾക്ക് വുളു നഷ്ടപ്പെടുന്നു, അയാൾ വീണ്ടും മറ്റൊരു കർമ്മത്തിന് വേണ്ടി അയാൾക്ക് വീണ്ടും രണ്ടാമത് വുളു ചെയ്യേണ്ടി വരും. ആ വുളു ചെയ്യുന്ന സമയത്താണ് അയാൾ തടവാൻ തുടങ്ങുന്നത്. അവിടെ മുതൽ അടുത്ത 1 ദിവസം അതേ സമയം വരെ എന്നുള്ളതാണ്. അവിടെ മുതൽ തുടങ്ങുകയാണ് 1 ദിവസം. അത് ളുഹർ മുതലാണെങ്കിൽ അടുത്ത ളുഹർ വരെ അയാൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. യാത്രക്കാരനാണെങ്കിൽ അത് അഴിക്കാതെ 3 ദിവസം വരെ ആ യാത്രയിൽ അത് തടവിക്കൊണ്ടേയിരിക്കാം, അത് അഴിക്കാൻ പാടില്ല. നാട്ടിൽ താമസിക്കുന്നവനാണെങ്കിൽ 1 ദിവസം തികച്ചും പൂർണ്ണമായി അത് ചെയ്യാം. പിന്നീട് അടുത്ത ദിവസവും അയാൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഇളവ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ
കാലിൽ നിന്നും ആ സോക്സ് ഊരിക്കളഞ്ഞ് ആദ്യം വുളു ചെയ്ത് വീണ്ടും ധരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒരു ദിവസം കൂടി അയാൾക്ക് ഈ ഇളവ് തുടർത്താൻ കഴിയുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് മറവിയുടെ സുജൂദിന്റെ വിഷയത്തിലായിരുന്നാലും വുളുവുമായി ബന്ധപ്പെട്ട് മറവി സംഭവിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ കൃത്യത വരേണ്ടതുണ്ട്. ഒരു സംശയം, നമ്മുടെ ദീന് നമുക്ക് തന്നെ അറിവില്ലാതെ ആളുകളോട് ചോദിച്ച് ആർക്കും ഒരു വ്യക്തതയില്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. ഇന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സൗകര്യങ്ങൾ ഏറെയാണ്. അത് കൃത്യമായി കൊണ്ട് പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക. മരണം വരെയും ആചരിക്കേണ്ടതാണ് ദീന്. പള്ളിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാനും പുലർത്താനും ഉള്ളതാണ് ദീനി എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.